നമസ്കാരം, ഞാൻ ഷംസുദ്ദീൻ കുന്നത്ത്. ആളുകൾക്കിടയിൽ ഒരു ബഹുമാനം ലഭിക്കുക, അംഗീകാരം ലഭിക്കുക, റെസ്പെക്ട് ലഭിക്കുക എന്നത് എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്. സാമൂഹ്യ ജീവിയായ നമുക്ക് സമൂഹത്തിൽ ഒരു നിലയും വിലയും ഒരു മാന്യതയും ഒക്കെ ലഭിക്കുക എന്നത് നമ്മുടെ ഒരു സ്വപ്നവും ഒരു ആഗ്രഹവുമാണ്. ആ ആഗ്രഹത്തെ സഫലീകരിക്കുന്നതിന് വേണ്ടി സിമ്പിളായിട്ടുള്ള 10 ടെക്നിക്കുകളാണ് നമ്മൾ ശാസ്ത്രീയമായി മനഃശാസ്ത്രപരമായ 10 ടെക്നിക്കുകളാണ് നമ്മൾ ഈ വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യുന്നത്. നേരെ ആ ടെക്നിക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തത്, ഡെവലപ്പ് ഇന്റഗ്രിറ്റി ആൻഡ് ഓതന്റിസിറ്റി. നമ്മൾ സത്യസന്ധത പുലർത്തുക, നമ്മളോട് തന്നെ സത്യസന്ധത പുലർത്തുകയും മറ്റുള്ള ആളുകളോടും അതുപോലെ സത്യസന്ധത പുലർത്തുക. സുതാര്യതയും വിശ്വസ്തതയും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക. നമ്മൾ ഫേക്ക് ആവാതെ എങ്ങനെയാണോ നമ്മൾ, എന്താണോ നമ്മൾ, അതുപോലെ ആയിരിക്കണം നാം ആളുകൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടേണ്ടത്. നാട്യങ്ങളൊന്നുമില്ലാതെ പച്ചയായ നമ്മൾ എങ്ങനെയാണോ അതുപോലെ ആളുകൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുക. രണ്ടാമത്തത്, പ്രാക്ടീസ് എമ്പതി ആൻഡ് കൈൻഡ്നെസ്. നമ്മൾ ആളുകളോട് ദയ, കാരുണ്യം, വിവേകം, അനുകമ്പ തുടങ്ങിയ കാര്യങ്ങളോടുകൂടി അടുത്തു പെരുമാറുക. നമ്മൾ പെരുമാറുമ്പോൾ കാരുണ്യത്തോടെ, ദയയോടെ, അനുകമ്പയോടെ, വിവേകത്തോടെ നാം ആളുകൾക്കിടയിൽ പെരുമാറുക. മൂന്നാമത്തേത്, ടേക്ക് റെസ്പോൺസിബിലിറ്റി ആൻഡ് അക്കൗണ്ടബിൾ. ആളുകൾക്കിടയിൽ നാം പ്രവർത്തിക്കുമ്പോൾ നാം ചെയ്യുന്ന ഓരോ കാര്യത്തിനും, നാം പറയുന്ന ഓരോ വാക്കുകൾക്കും, നാം എടുക്കുന്ന ഓരോ തീരുമാനങ്ങളുടെയും എല്ലാം ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ നാം തയ്യാറാകണം. എന്തെങ്കിലും അബദ്ധം പറ്റിയാൽ അത് മറ്റാരുടെയെങ്കിലും കുറവ് കൊണ്ടാണ്, മറ്റാരുടെയെങ്കിലും കാരണം കൊണ്ടാണ് എന്ന് പറഞ്ഞ് അപരന്റെ മേൽ കെട്ടിവെക്കാതെ അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്തവും അതിൻ്റെ അക്കൗണ്ടബിലിറ്റിയും ഒക്കെ നാം തന്നെ ഏറ്റെടുക്കുക. ഇപ്പോൾ നല്ല ഒരു ലീഡറാണ് എങ്കിൽ നമ്മുടെ കീഴിലുള്ള ഒരു കൂട്ടം ആളുകൾ, ഒരു ഗ്രൂപ്പ് ആളുകൾക്ക് പറ്റുന്ന, അവിടെ നാം എടുക്കുന്ന തീരുമാനങ്ങൾ പിഴച്ചു പോയാൽ, അവിടെ നാം എടുക്കുന്ന കാര്യങ്ങൾ വിജയിച്ചാൽ, പിഴച്ചാലും വിജയിച്ചാലും അതിൻ്റെ ഒക്കെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ, അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ നാം തയ്യാറാകുക. നാലാമത്തെ കാര്യം, കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവ്ലി ആൻഡ് റെസ്പെക്ട്ഫുള്ളി. നമ്മൾ ആളുകളോട് സംസാരിക്കുന്നത് അത് എഫക്റ്റീവായിരിക്കുക, ആളുകളെ കൃത്യമായി കേൾക്കുകയും അവരുടെ വിഷയങ്ങളെ കൃത്യമായി മനസ്സിലാക്കുകയും അവരുടെ അഭിപ്രായങ്ങളെ നമ്മൾ മുഖവിലക്കെടുക്കുകയും കൂടുതൽ അവരെ സംസാരിക്കാൻ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടി നല്ല നല്ല ചോദ്യങ്ങൾ ചോദിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നാം ബിൽഡ് ചെയ്തെടുക്കുക. അതുപോലെ നാം സംസാരിക്കുമ്പോൾ റെസ്പെക്റ്റോടുകൂടി, ആരോടും അരഗന്റായി പറയാതെ, അഹങ്കാരത്തിന്റെ ഭാഷയില്ലാതെ, കൽപ്പനാ സ്വരമില്ലാതെ, ഒരു കമാൻഡിങ് ടോൺ ഇല്ലാതെ, വളരെ പൊളൈറ്റ് ആയിക്കൊണ്ട്, റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് നാം സംസാരിക്കുക. റെസ്പെക്റ്റ് ചെയ്യുക എന്നത് ആളുകളുടെ പശ്ചാത്തലം നോക്കിക്കൊണ്ടല്ല, ആളുകൾ എവിടെ നിന്ന് വരുന്നു എന്നതിനപ്പുറത്ത് അവരുടെ ഗ്രേഡ് എന്താണ്, അവരുടെ സാമ്പത്തിക നില എന്താണ്, സമൂഹത്തിലെ വില എന്താണ് എന്നൊന്നും നാം നോക്കാതെ എല്ലാ ആളുകളോടും ഒരു റെസ്പെക്റ്റോട് കൂടിയിട്ടുള്ള, പൊളൈറ്റ് ആയിട്ടുള്ള ഒരു പെരുമാറ്റം നാം ശീലിച്ചെടുക്കുക. അഞ്ചാമത്തെ കാര്യം, അഡ്മിറ്റ് മിസ്റ്റേക്സ് ആൻഡ് ലേൺ ഫ്രം ദം. നമ്മൾക്കൊരു അബദ്ധം പറ്റിയാൽ, ഒരു തെറ്റു പറ്റിയാൽ അതിനെ അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കുക. തെറ്റുകൾ പറ്റും, മനുഷ്യരാണ്, മനുഷ്യ സഹജമായി തെറ്റുകൾ സംഭവിക്കാം. അങ്ങനെ തെറ്റുകൾ നമുക്ക് പറ്റാൻ സാധ്യതയുണ്ട് എന്നും അങ്ങനെ പറ്റിയാൽ നാം അതിനെ അംഗീകരിച്ചു കൊടുക്കുകയും ആ തെറ്റുകളിൽ നിന്ന്, ആ മിസ്റ്റേക്കുകളിൽ നിന്ന്, ആ അബദ്ധങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് തിരുത്താനും നാം ശ്രമിക്കുക. ആറാമത്തെ കാര്യം, സെറ്റ് ബൗണ്ടറീസ് ആൻഡ് മെയിൻറ്റെയിൻ എ ഹെൽത്തി റിലേഷൻഷിപ്പ്. നമ്മൾ ചില ആരോഗ്യകരമായ അതിരുകൾ നിശ്ചയിക്കുക. നാം സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഓരോരോ ആളുകളുടെ പരിഗണനയും അവർ നമ്മളുമായിട്ടുള്ള ബന്ധത്തിൻ്റെയും ഓരോ ബൗണ്ടറികൾ നാം ആരോഗ്യകരമായ രീതിയിൽ നിശ്ചയിക്കുകയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നമ്മുടെ ചുറ്റുമുള്ളവർക്കിടയിൽ, നമ്മുടെ അയൽവാസികൾക്കിടയിൽ, സമൂഹത്തിലുള്ള നാട്ടുകാർക്കിടയിൽ, മറ്റു നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തെ കൊളീഗ്സിൻ്റെ ഇടയിൽ എല്ലാം ഒരു ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് പബ്ലിക്കുമായി നാം എപ്പോഴും കാത്തു സൂക്ഷിക്കുക. ഏഴാമത്തെ കാര്യം, സോ അപ്രിസിയേഷൻസ്. ആളുകളെ അനുമോദിക്കുകയും
അവരുടെ കാര്യങ്ങൾക്ക് വേണ്ട രീതിയിൽ പരിഗണന നൽകുകയും നമുക്കാരെങ്കിലും നല്ല കോംപ്ലിമെന്റുകൾ നൽകിയാൽ സ്നേഹത്തോടെ നിറഞ്ഞ മനസ്സോടെ അത് സ്വീകരിക്കുകയും അതിലും കൂടുതൽ ആളുകൾക്ക് നാം തിരിച്ചു നൽകുകയും ചെയ്യുക. അവരെ അപ്രിഷിയേറ്റ് ചെയ്യുകയും അവരോട് നന്ദിപൂർവം നാം പെരുമാറുകയും ചെയ്യുക. എട്ടാമത്തെ കാര്യം, ലീഡ് ബൈ എക്സാമ്പിൾ ആൻഡ് ഡെമോൺസ്ട്രേറ്റ് പോസിറ്റീവ് വാല്യൂസ്. നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ചിലപ്പോൾ ചില ഗ്രൂപ്പുകളുടെ അല്ലെങ്കിൽ ചില ഇവന്റുകളുടെ അല്ലെങ്കിൽ ചില എന്തെങ്കിലും ഒരു പരിപാടികളുടെ ഒക്കെ ഒരു ലീഡർഷിപ്പ് നമുക്ക് ഏറ്റെടുക്കേണ്ടി വന്നേക്കാം. അങ്ങനെ ഒരു അവസരം ലഭിച്ചാൽ നാം ഓരോരോ കാര്യങ്ങൾ മറ്റുള്ളവരോട് കൽപ്പിക്കുന്നതിന് പകരം, നിർദ്ദേശിക്കുന്നതിന് പകരം നാം അത്തരം കാര്യങ്ങൾ ചെയ്ത് കാണിച്ച് മറ്റുള്ളവർക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള മാതൃകയായി മാറുക. നാം ചെയ്യുന്നത് കണ്ട് അതിനെ ഉദാഹരണമാക്കിക്കൊണ്ട് മറ്റുള്ള ആളുകൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് നാം ഉയർന്ന് ചിന്തിക്കുക. അതുപോലെ സമൂഹത്തിലുള്ള മറ്റുള്ള ആളുകൾക്ക് പോസിറ്റീവായിട്ടുള്ള വാല്യൂസ് നാം നമ്മുടെ ജീവിതത്തിൽ പകർത്തി ഇങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് മറ്റുള്ളവർക്ക് പിന്തുടരാൻ കഴിയുന്ന രീതിയിൽ, മാതൃക ആക്കാൻ കഴിയുന്ന രീതിയിലേക്ക് നാം ഒരു പോസിറ്റീവായിട്ടുള്ള വാല്യൂസ് ഒക്കെ ജീവിതത്തിൽ പകർത്തിയ ഒരാളായി മാറുക. ഒമ്പതാമത്തെ കാര്യം, കണ്ടിന്യൂസ്ലി ഇംപ്രൂവ് ആൻഡ് സ്ട്രൈവ് ഫോർ പേഴ്സണൽ ഗ്രോത്ത്. നാം നമ്മുടെ സമൂഹത്തിനോടുള്ള ഈ ബന്ധത്തെ സ്ഥാപിക്കുന്നത്, സമൂഹത്തിൽ നാം മാന്യമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നത്, അത് കണ്ടിന്യൂസ്ലി ആയിക്കൊണ്ട് നിരന്തരമായിക്കൊണ്ട് നാം അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഇംപ്രൂവ് ചെയ്തുകൊണ്ട് നമ്മുടെ വ്യക്തിത്വ വികാസത്തിന്, നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെന്റിന് സഹായിക്കുന്ന കാര്യങ്ങൾ നിരന്തരമായി ചെയ്തുകൊണ്ട് അതിൽ ഇംപ്രൂവ് വരുത്തുക, ഡെവലപ്പ് വരുത്തുക. അങ്ങനെ ദിനേന നാം ആ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചുകൊണ്ട് അനുനിമിഷം നാം അതിലൊരു വളർച്ച കൊണ്ടുവരാൻ ശ്രമിക്കും. പത്താമത്തെ കാര്യം, ബി പേഷ്യന്റ്, ഹംബിൾ ആൻഡ് ഓപ്പൺ മൈൻഡ്. ക്ഷമയോടുകൂടി കാത്തിരിക്കുക. ആളുകൾക്കിടയിൽ ഒരു അംഗീകാരം ലഭിക്കുക, ആളുകൾക്കിടയിൽ മാന്യത ലഭിക്കുക, പൊതുസമൂഹത്തിന്റെ ബഹുമാനം കിട്ടുക എന്നത് ഒരൊറ്റ രാത്രി കൊണ്ട് നടക്കുന്നതല്ല എന്ന് നാം മനസ്സിലാക്കുക. നിരന്തരമായി നാം ഇംപ്രൂവ് വരുത്തിക്കൊണ്ട് ആളുകൾക്കിടയിൽ ഇടപെട്ടുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിക്കൊണ്ട് നാം നിരന്തരമായി പരിശ്രമിക്കുക. അതിൻ്റെ ഫലമായി ക്ഷമയോടെ കാത്തു നിൽക്കുന്ന നമ്മുടെ മുന്നിലേക്ക് ഈ പറഞ്ഞ ബഹുമാനവും ആദരവും അംഗീകാരവും മാന്യതയുമെല്ലാം സമൂഹത്തിൽ ലഭിക്കുന്നതായി നമുക്ക് അനുഭവിച്ചു കൊണ്ടിരിക്കാം. അതുപോലെ ക്ഷമയോടെ, ഹംബിളായി, അഹങ്കാരത്തിന്റെ ബോഡി ലാംഗ്വേജ് ഒക്കെ മാറ്റിവെച്ച് വളരെ ഹംബിളായി, വിനയാന്വിതനായി ആളുകൾക്കിടയിലൂടെ നാം പ്രവർത്തിക്കുകയും സംവദിക്കുകയും ഒക്കെ തുടങ്ങിയാൽ സ്വാഭാവികമായിട്ടും ആളുകളുടെ സ്നേഹവും അവരുടെ ബഹുമാനവും ഒക്കെ നമ്മളിലേക്ക് വന്നു ചേരും. നമ്മളെപ്പോഴും ഓപ്പൺ മൈൻഡായിരിക്കുക. നാം ഒരു തുറന്ന മനസ്സിന്റെ ഉടമയായിരിക്കുക. കുടുസായ മനസ്സെന്ന് പറയുന്നത് നമുക്കറിയാം. ആരെന്തു പറഞ്ഞാലും ഞാൻ പറഞ്ഞതാണ് ശരി, ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന നിലപാട് സ്വീകരിക്കാതെ ആളുകളുടെ അഭിപ്രായം കേൾക്കാനും അവരുടെ നിർദ്ദേശങ്ങൾ കേൾക്കാനും അത് സ്വീകരിക്കേണ്ടതാണ് എങ്കിൽ അത് സ്വീകരിക്കാനും ഒക്കെ ഓപ്പൺ മൈൻഡായിട്ടുള്ള ഒരു സ്വഭാവം നാം ഡെവലപ്പ് ചെയ്തെടുക്കുക. ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ തീർച്ചയായിട്ടും നമുക്ക് ആളുകൾക്കിടയിൽ, സമൂഹത്തിനിടയിൽ ഒരു നിലയും വിലയും, മാന്യമായ ഒരു അംഗീകാരവും ബഹുമാനവും സ്നേഹവുമെല്ലാം നേടിയെടുക്കാൻ കഴിയും. ഒന്നുകൂടി ഓർക്കുക, ഇതൊക്കെ പെട്ടെന്ന് നടക്കുന്ന ഒന്നല്ല എങ്കിൽ പോലും നാം ക്ഷമയോടുകൂടി ഈ കാര്യങ്ങൾ നമ്മുടെ ഇടപാടുകളിൽ, ഈ സമൂഹവുമായിട്ടുള്ള നമ്മുടെ ഇഴകിച്ചേരലിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിയാൽ ഏറ്റവും അടുത്ത സമയത്ത് തന്നെ നമുക്ക് ഈ പറഞ്ഞ ആദരവും സ്നേഹവും ബഹുമാനവും മാന്യതയും ഒക്കെ ലഭിച്ചു തുടങ്ങുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തി സ്വഭാവത്തിന്റെ ഭാഗമാക്കി എടുത്ത് നമുക്ക്
സമൂഹത്തിൽ ഒരു നിലയും വിലയുമുള്ള ഒരു വ്യക്തിത്വമായി, നല്ല ഒരു പേഴ്സണാലിറ്റിയായി നമുക്ക് മാറാൻ കഴിയും. അതിലൂടെ നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിലും ഒരുപാട് ഗുണം ചെയ്യും. കൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മുടെ സ്വഭാവത്തിൻ്റെ, നമ്മുടെ ബിഹേവിയറിൻ്റെ ഭാഗമാക്കി മാറ്റാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.